ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുത്താലോ. അപ്പോൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസും വളരെ ചുരുങ്ങിയ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിന് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കുമ്പോൾ സാധാരണ ബോൺലെസ് ചിക്കനാണ് എടുക്കുക. ഇനി അഥവാ ചിലർക്ക് ബോൺലെസ് ചിക്കന് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ബോൺലെസ് ചിക്കൻ അല്ലാതെ തന്നെ നമുക്ക് ബോണുള്ള ചിക്കൻ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് സാധാരണ ബട്ടർ ചിക്കന് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അത്യാവശ്യം ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് നല്ലപോലെ കഴുകി വെക്കുക. അതിനുശേഷം വേണം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. നമുക്കിത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 400 ഗ്രാം ബട്ടർ ചിക്കൻ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് കളറ് മാത്രമല്ല കേട്ടോ, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതേപോലെ തന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തൈരൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ വെക്കുക. 2 മണിക്കൂറിന് ശേഷം ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറഞ്ഞ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മളിനി ഈ ഓയിൽ കളയില്ല. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഒന്നൊന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഈ പൊരിക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കന് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ ചിക്കന് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്ന പോലെ. അപ്പം ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ചെറുതീയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പൊരിച്ചെടുക്കണ പോലെ ഡീപ്പായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നില്ല. നമ്മളിത് മൂടി വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു ആവി ഇറങ്ങി വരും. അതേപോലെ തന്നെ നമ്മൾ നേരിയ വെള്ളം നമുക്ക് ചിക്കനിൽ നിന്ന് ഊറി വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു വെള്ളത്തിലും ഈ ഓയിലിലും കിടന്നിട്ടാണ് നമ്മൾ ചിക്കന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറയ്ക്കുക കേട്ടോ. ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ മൂടി വെക്കുക. അങ്ങനെ നമുക്ക് ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്ക് 7-8 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ ഒക്കെ ഒരു ചൂടിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 2-3 മിനിറ്റ് കൂടുതൽ വെക്കുക. ഇടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ഓയിലാണെങ്കിൽ തന്നെ നമ്മൾ മൂടി വെക്കുന്നത് കൊണ്ട് തന്നെ ചിക്കനിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ ഊറി വന്നിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ ഇത് കോരി മാറ്റുകയാണ്. അതായത് ഇപ്പം നമ്മൾ ഈ ഓയിലിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ കോരി മാറ്റി ഇടുകയാണ് ഈ ചിക്കൻ കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ പാനിൽ വേണം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ഈ പാനിൽ നിന്ന് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുന്നത്. ഇനി ചിക്കൻ മുഴുവൻ എടുത്തതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ചിക്കന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് കോരി എടുക്കുന്നതോട് കൂടി തന്നെ നമ്മളുടെ പാന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ ഒരു മീഡിയം സൈസ് സബോളയും അതേപോലെ 3 തക്കാളി. തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 4 തക്കാളി എടുക്കണം. അപ്പോൾ വലിയ തക്കാളി അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞ് വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെളുത്തുള്ളിയുടെ ആ അല്ലിയുടെ എണ്ണമായിട്ട് പറയാത്തത്. അതിനുശേഷം നമുക്കിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അധികം വഴറ്റിയെടുക്കണ്ട. 2-3 മിനിറ്റ് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനെഗറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. അതേപോലെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ചെറുതായിട്ട് നമ്മളുടെ സബോളയും തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി തുറന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഈ സബോളയും തക്കാളിയൊക്കെ ചെറുതായിട്ട് കുക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ചെറുതായിട്ട് കുക്കുന്നത്. അതായത് ഈ സബോളയും തക്കാളിയൊന്നും നമുക്ക് വല്ലാണ്ടൊന്ന് അലിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. അതായത് നമ്മളിപ്പോൾ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സബോളയും തക്കാളിയൊക്കെ നല്ലപോലെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് വെള്ളം വറ്റി അതുപോലെ കുക്കാവണ്ട. നമ്മൾ സബോളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 3-4 മിനിറ്റിനുള്ളിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇത് ഹാൻഡ് ബ്ലെൻഡർ വെച്ച് അടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളുടെ കോട്ടിങ്ങുള്ള പാത്രത്തിലൊന്നും ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് അടിക്കാൻ പറ്റില്ല, അതായത് പാനിലൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല പോലെ അടിച്ചെടുക്കുക. നമുക്കിപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രം അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ സബോളയും തക്കാളിയും വഴറ്റാനിട്ടതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടി കാഷ്യൂനട്ടും കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കാഷ്യൂനട്ട് ചേർത്തിട്ടുള്ള ബട്ടർ ചിക്കൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിവിടെ കാഷ്യൂനട്ട് ചേർത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രീം 170 ഗ്രാമിൻ്റെ ഒരു ടിന്ന് ഫുള്ള് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ കൊഴുപ്പ് വരും കറിക്ക്. അതുകൊണ്ടാണ് ഞാനിവിടെ കാഷ്യൂനട്ട് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് അത്രയധികം ക്രീം ചേർത്തിട്ടുണ്ടാവില്ല. ക്രീം വളരെ കുറഞ്ഞ അളവിൽ ചേർത്തിട്ട് അതേപോലെ തന്നെ കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് നമ്മളിപ്പോൾ ഇത് വഴറ്റിയെടുത്ത ഈ പാനിലേക്ക് തന്നെ ഞാനിവിടെ അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ സബോളയും തക്കാളിയൊക്കെ ഇപ്പോൾ വഴറ്റി വേവിച്ചെടുത്ത് അതേ പാനിൽ തന്നെ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി അരിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. നമ്മൾ സാധാരണ ബട്ടർ ചിക്കനിൽ ഇങ്ങനെ തരികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ബട്ടർ ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്യാണ്ട് തന്നെ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാണ്ട് നമ്മൾ വേറൊരു പാനിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ബട്ടർ ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് ഒരുക്കിക്കോളുമല്ലോ. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റവൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സ്റ്റവൊക്കെ ഓൺ ആക്കി നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്രീമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ 170 ഗ്രാമിൻ്റെ ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ക്രീം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 170 ഗ്രാമിൻ്റെ ടിന്ന് ക്രീം ഫുള്ള് ചേർത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിടി കാഷ്യൂനട്ടും 1-2 ടേബിൾ സ്പൂണ് ക്രീമും മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും അധികം ക്രീം നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നില്ല, പകരം കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് തിളച്ച് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇവിടെ വേവിച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ള ചിക്കനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കിടന്നിട്ട് നമുക്ക് തിളച്ച് വേവിക്കൊന്നും വേണ്ട. നമ്മളുടെ ഈ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1-2 നുള്ള് കസ്തൂരി മേത്തിയാണ്. അപ്പോൾ ഞാനിവിടെ 1-2 നുള്ളായിട്ട് കയ്യിലിട്ടിട്ട് പൊടിച്ചിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അധികം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും